മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് ഇന്ന് 100 ദിവസം തികയുന്നു. 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇതിനകം അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടു. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് നീങ്ങുന്ന വ്യത്യസ്തമായ ഒരു നരേന്ദ്രമോദിയാണ് നമ്മളിപ്പോൾ ഈ 100 ദിവസം തികയുന്ന വേളയിൽ കാണുന്നത്. റിപ്പോർട്ടിലേക്ക്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പാർട്ടിയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മുൻകാലങ്ങളെക്കാൾ കരുതലോടെ നീങ്ങുന്ന നരേന്ദ്രമോദിയെയാണ് ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഘടകകക്ഷികളെ പ്രീണിപ്പെടുത്തുന്ന തത്രപ്പാടിൽ ഫെഡറൽ ജനാധിപത്യത്തിനപ്പുറം ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതാണ് ആദ്യ 100 ദിവസങ്ങളിൽ മൂന്നാം മോദി സർക്കാരിൽ കാണാൻ സാധിച്ചത്. അതേസമയം നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു അടക്കമുള്ള നേതാക്കൾ NDA സഖ്യത്തിലുള്ളപ്പോൾ ഏകപക്ഷീയ തീരുമാനങ്ങൾ മോദി സർക്കാരിന് എടുക്കാൻ സാധിക്കുകയുമില്ല. അതിന്റെ ആദ്യ സൂചനകൾ ഇതിനകം തന്നെ പുറത്തുവരികയും ചെയ്തു. UPSCയെ നോക്കുകുത്തിയാക്കി 24 മന്ത്രാലയങ്ങളിലെ 45 ഉന്നത പദവികളിൽ നിയമനം നടത്താനുള്ള നീക്കം സഖ്യകക്ഷി സമ്മർദ്ദം മൂലം പിൻവലിക്കേണ്ടി വന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയ 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് 100 ദിവസത്തിനുള്ളിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 10 കോടിയോളം കർഷകർക്ക് 20,000 കോടി രൂപ വിതരണം ചെയ്തെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ജലസേചന പദ്ധതികൾ, ഡിജിറ്റൽ കാർഷിക ദൗത്യത്തിനുള്ള തുക അനുവദിക്കൽ, 8 പുതിയ റെയിൽപാതകൾക്കുള്ള അംഗീകാരം എന്നിവയാണ് മൂന്നാം മോദി സർക്കാരിന്റെ നേട്ടപ്പട്ടികയിലുള്ള മറ്റ് വികസന പദ്ധതികൾ. യുക്രൈനിലേക്കും റഷ്യയിലേക്കും മോദി നടത്തിയ സന്ദർശനങ്ങൾ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തിയെന്നും നേട്ടങ്ങളുടെ പട്ടികയിൽ BJP കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.